വായിക്കാൻ പോവുകയാണ്. കൊടിയമ്മ മണ്ണടി. കൊടിയമ്മ മണ്ണടി ആളുണ്ടോ? അമ്മേ മാതാവേ, അപേക്ഷക തമ്മിൽ വിമല തേജയിൽ സമർപ്പിക്കുന്നു. ഇത് ഉപാസനയ്ക്ക് ആക്കി മാറ്റണമേ. ഞാൻ ഷുഗറിന്റെ അസുഖമായിട്ട് അടൂർ, കൊട്ടാരക്കര, ഏനാത്ത്, കുളനട എന്നീ ആശുപത്രികളിലെ ചികിത്സയിലാണ്. ഇപ്പോൾ ഗർഭപാത്രത്തിന് തകരാറാണെന്നും ഓപ്പറേഷൻ നടത്തണമെന്നും ഡോക്ടർ പറഞ്ഞു. അതിൻ പ്രകാരം പല പ്രാവശ്യം ഓപ്പറേഷനായി ആശുപത്രിയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഷുഗർ കൂടുകയും ഓപ്പറേഷൻ നടക്കാതെ തിരികെ പോരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് കായംകുളം വ്യവസായ പ്രാർത്ഥനാ കൂട്ടായ്മയെ പറ്റി എന്റെ മകൻ ജോബി എന്നോട് പറഞ്ഞത്. അതിൻ പ്രകാരം ഞാൻ വരികയും എന്റെ വിഷയം അമ്മമാതാവിന്റെ വിമലത്തിൽ സമർപ്പിക്കുകയുമാണ്. എന്റെ രോഗത്തിന് വിടുതൽ ലഭിക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. മാതാവേ, എന്റെ മകൻ റോയി വിവാഹം കഴിഞ്ഞ് 5 വർഷമായി. 2 കുഞ്ഞുങ്ങളുണ്ട്. മകന്റെ കുടുംബ ജീവിതത്തിന് ഭയങ്കര തകർച്ചയാണ്. മകന് ജോലിക്ക് ഭയങ്കര തടസ്സമാണ്. അവന് വെൽഡിങ്ങിന്റെ പണിയാണ്. ഗുജറാത്ത് ഇതിലൊക്കെ ജോലിക്ക് പോയതാണ്. ഇവിടെ ജോലിക്ക് പോയാലും 2 ആഴ്ച ജോലി ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ ഈ ജോലി വേണ്ട എന്നുള്ള ചിന്തയാണ്. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിപ്പാണ്. അമ്മേ, മകന്റെ ഈ അവസ്ഥകളെല്ലാം അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈ അപേക്ഷകത്തെ ഉപകാരസ്ഥയാക്കി മാറ്റുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ഹൃദയത്തിലേക്ക് ഈ അപേക്ഷകർ സമർപ്പിക്കുന്നു. ഉപവാസനെ കണ്ടി മാറ്റണമേ. എന്റെ ഭർത്താവ് കുറച്ചുനാൾ മദ്യം കഴിക്കാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് വീണ്ടും മദ്യപാനം തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഉപാസന എഴുതിയിടാം എന്ന് വിചാരിച്ചതായിരുന്നു, സാധിച്ചില്ല. എന്റെ പരിശുദ്ധാത്മാവെ അവിടുത്തോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ തെറ്റ് ക്ഷമിച്ച് എന്റെ ഭർത്താവിന്റെ മദ്യപാനം പൂർണ്ണമായും മാറ്റിത്തരയണമേ എന്നും അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി അപേക്ഷിക്കണം എന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. എന്റെ മക്കളായ അഭിനും മച്ചനും ഇവിടെ വരുവാൻ വിളിക്കുമ്പോൾ ഭയങ്കര വഴക്കാണ്. അതുപോലെ വീട്ടിൽ ഏത് സമയത്തും വേണ്ടാത്ത തമാശ പറയുകയും പരസ്പര ഉപദ്രവമാണ്. രാവിലെ എണീക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാലും വഴക്കാണ്. മക്കളെ ഈ അവസ്ഥകളെ പരിശുദ്ധത്തിൽ സമർപ്പിക്കുന്നു. ഏത് സമയത്തും കളിയും സിനിമ കാണലും അത് അനുവദിച്ചില്ലെങ്കിൽ ദുർവൃത്തികളാണ്. പഠിത്തത്തിൽ യാതൊരു ശ്രദ്ധയില്ല. അതുപോലെ ഞങ്ങൾക്ക് പൈസ തരുവാനുള്ള കുഞ്ഞുമോൻ, ശ്രീലാൽ എന്നീ മക്കളെയും സമർപ്പിക്കുന്നു. അവർക്ക് പൈസ തരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളെയും നീക്കണമേ. ഇവരെ പങ്കാളിയുടെ ശമ്പളം കിട്ടാത്ത അവസ്ഥകളെ സമർപ്പിക്കുന്നു. അവരുടെ കമ്പനിയെയും അധികാരികളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മനാൽ നിറയ്ക്കണമേ. സമർപ്പിക്കുന്നത് മാറ്റണമേ. അമ്മേ മാതാവേ, ലോകം മുഴുവനുള്ള എല്ലാ മക്കളുടെയും കടബാധ്യതകൾ തീർക്കുന്നതിനും ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനും വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കുന്നതിനും അമ്മയുടെ ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ അപേക്ഷകരുടെ സമർപ്പിക്കുന്നു. ഈ അപേക്ഷകത്ത് വാസ്തവയാക്കി മാറ്റണമേ. എന്റെ കൊച്ചുമാൻ അദ്വൈതന് ശനിയാഴ്ച നടക്കുന്ന ടെസ്റ്റിൽ 1ാമതായി പാസ്സാവുന്നതിന് ആ എംബസി സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയും അമ്മ മാതാവിനോട് ഉണ്ണിയേച്ചിനോട് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ ജീവിതപങ്കാളി ഒരു മദ്യപാനിയാണ്. 10-15 ദിവസങ്ങൾ വരെ മദ്യപിക്കാതിരിക്കും.
ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും മദ്യപിക്കാൻ തുടങ്ങും. 4-5 ദിവസം മദ്യപിക്കും. ഇത് തന്നെ അവസ്ഥ. ഈ അവസ്ഥയെല്ലാം മാറ്റി പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും ദൈവീകമായി ജീവിക്കുന്നതിനും ഇടയാക്കണമേ. നമ്മയോടും ഈശോയോടും ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ജോബി പാറക്കോട് അപേക്ഷകർക്ക് ഒരു വാസനമേ എന്റെ ശരീരമാകെ സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചൂട് അനുഭവപ്പെടുന്നു. കൂടാതെ ചൂട് കൊണ്ട് ശരീരമാകെ ചൂടുകളുണ്ടാകുന്നു, ചൊറിച്ചിലും അനുഭവപ്പെടുന്നു. ഇതിന് വിടുതൽ ലഭിക്കുന്നതിന് ഇവരുടെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്നു. പരിശുദ്ധമ്മയുടെ ഹൃദയത്തിൽ അപേക്ഷകർ സമർപ്പിക്കുന്നത് വാട്സാപ്പിലേക്കാക്കി മാറ്റണമേ. എന്റെ മകന്റെ വണ്ടിയുടെ ലൈസൻസും ടെസ്റ്റ് ചെയ്ത എല്ലാ പേപ്പറുകളും പിടിച്ചു വെച്ചിട്ട് 9-10 മാസമായി ഇതുവരെ. ഇത് കാരണത്താൽ ഓട്ടം പോകാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ലോൺ അടയ്ക്കാൻ സാധിക്കുന്നുമില്ല. എല്ലാ തടസ്സങ്ങളും മാറ്റി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി തരണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കുന്നു. എന്റെ കൊച്ചുമകനും എനിക്ക് തലച്ചായ്ക്കാൻ ഇടവില്ലാതെ വേദനിക്കുന്നു. അവന്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നൽകി അമ്മയെ അനുഗ്രഹിക്കുന്നേ. അവന്റെ കടബാധ്യതകൾ അമ്മയും മകനും കൂടി മാറ്റി കൊടുക്കണേ. വീട്ടിൽ ഏത് കലഹവും ഉണ്ടായാലും എന്റെ കൊച്ചുമകന് സമാധാനം കൊടുക്കണമേ. അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിരക്കണമേ. രാജ്യം ശ്രമിക്കണമേ. അവിടെ വരുന്ന എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വരെ ജയിക്കാൻ കഴിയാത്ത എല്ലാ മക്കളും പാർപ്പിടം നൽകി അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തിൽ സമാധാനം നൽകണമേ. പരിശുദ്ധാത്മാവിനെ എന്നെയും എന്റെ കൊച്ചുമകനെയും നിരക്കണമേ. ഇത് ഉപഹാരസമയാക്കി മാറ്റണമേ. അവിടെ വരുന്ന എല്ലാ ദൈവങ്ങളും അവരെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ മക്കളുടെ അപേക്ഷകളെല്ലാം പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അമ്മേ മാതാവേ, ഈശോയുടെ സന്നിധിയിൽ കടന്നു വരുന്ന ഒരു മക്കളെയും അനാഥരായി പറഞ്ഞയച്ചിട്ടില്ല എന്ന ആ സത്യം ഈ മക്കളുടെ ഓരോ വിഷയത്തിനുമേൽ ഈശോയെ അവിടുന്ന് ചൊരിഞ്ഞ് ഇവര് അങ്ങയുടെ സ്നേഹരാജ്യത്തിന്റെ അവകാശങ്ങളെ തീരുവാൻ അമ്മ ഈ മക്കൾക്കായി അവിടുത്തെ തിരുക്കുമായിട്ട് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിന്റെ രണ്ടാം ദിവ്യരഹസ്യം നമ്മുടെ